ബാലസാഹിത്യകാരൻ സുഭാഷ് ഊട്ടുപുറത്തിൻ്റെ നീല നിറത്തിലുള്ള മാനത്തുകണ്ണി എന്ന കുട്ടികളുടെ നോവലിൻ്റെ 3-ാം ഭാഗം. അനങ്ങാതെ നിൽക്കുന്ന കൊറ്റിയുടെ അടുത്തേക്ക് മീനുകൾ പേടികൂടാതെ വരും. അപ്പോൾ ഒറ്റക്കൊത്ത്. കൊറ്റിയുടെ നിൽപ്പ് കണ്ട് അവന് ചിരി വന്നു. കൊട്ടത്തോണി അതിൻ്റെ അടുത്ത് എത്താറായിരുന്നു. പെട്ടെന്ന് കൊറ്റി വെള്ളത്തിലേക്ക് ഒറ്റക്കൊത്ത്. തല ഉയർത്തിയപ്പോൾ അതിൻ്റെ കൊക്കിൽ ഒരു മീൻ. അത് പിടയുന്നുണ്ടായിരുന്നു. കൊത്തിയെടുത്ത അതേ വേഗത്തിൽ കൊറ്റി അതിനെ വിഴുങ്ങി. വീണ്ടും ഒന്നും അറിയാതെ പോലെ നിൽപ്പ് തുടർന്നു. ഒന്നും അറിയാത്ത പോലെ കൊട്ടത്തോണിയും അതിൻ്റെ ഒഴുക്ക് തുടർന്നു. ഇരുവശത്തുമുള്ള മരങ്ങൾ പലതും അപ്പു ആദ്യമായിട്ട് കാണുകയായിരുന്നു. പുഴയിലേക്ക് വേടുകൾ ആഴ്ത്തി നിൽക്കുന്ന വലിയൊരു പേരാൽ കണ്ടു. അതിൽ നിറയെ വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ വണ്ണമുള്ള ഒത്തിരി മരങ്ങൾ പുഴയിലേക്ക് ചാഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അവന് ഏറ്റവും വ്യത്യസ്തമായി തോന്നിയത് കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിന്നിരുന്ന ഒരൊറ്റ മരമാണ്. അതിൻ്റെ തടിക്കും ഇലകൾക്കുമെല്ലാം കറുത്ത നിറമായിരുന്നു. കറുത്ത ഇലകളുള്ള മരത്തെപ്പറ്റി അവൻ കേട്ടിട്ടുകൂടി ഉണ്ടായിരുന്നില്ല. അടുത്തെത്തിയപ്പോൾ മാത്രമാണ് അത് ഇല കൊഴിഞ്ഞ പടുമരമാണെന്ന് അവന് മനസ്സിലായത്. ഇലകൾ എന്നവൻ തെറ്റിദ്ധരിച്ചത് അതിൽ വന്നിരുന്ന നീർക്കാക്കകളെയായിരുന്നു. അത്രയേറെയുണ്ടായിരുന്നു അവ. നനഞ്ഞ ചിറകുകൾ ഉണക്കുകയായിരുന്നു അവർ. ഒരുമിച്ച് ചിറക് വിരിച്ചപ്പോൾ കാറ്റത്തെന്ന പോലെ മരം വിറച്ചു. പക്ഷിക്കാഷ്ടങ്ങൾ വീണ് മരത്തിൻ്റെ ചുവട് വെളുത്ത നിറത്തിലായിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് മാത്രം പുല്ലുകൾ തഴച്ചു വളർന്നിരുന്നു. അവൻ നീർക്കാക്കകൾക്ക് കൈ വീശി കാണിച്ചു. നീർക്കാക്കകൾ ചിറക് വിടർത്തി അവന് ശുഭയാത്ര നേർന്നു. മരം വീണ്ടും കുലുങ്ങി. പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വിസ്മയ ലോകത്തിൽ എത്തപ്പെട്ട പോലെ അപ്പുവിന് തോന്നി. സ്കൂളിൽ നിന്ന് സമ്മാനമായി കിട്ടിയ പുസ്തകത്തിലെ ഒത്തിരി പക്ഷികളെ അവൻ പുഴയോരത്ത് കണ്ടു. കുളക്കോഴികൾ, വയൽക്കുരുവികൾ, പലതരം കൊറ്റികൾ, മീൻകൊത്തികൾ, അങ്ങനെ ഒത്തിരി ഒത്തിരി പക്ഷികൾ. അക്കൂട്ടത്തിൽ കറുപ്പും വെളുപ്പും ഇടകലർന്ന നിറത്തിലുള്ള മീൻകൊത്തിയും ഉണ്ടായിരുന്നു. ചിത്രത്തിൽ മാത്രമായിരുന്നു അവൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ദൂരെ കുറേ പാറ്റകൾ പറന്നു കളിക്കുന്നത് അപ്പു കണ്ടു. ഒത്തിരി ഉണ്ടായിരുന്നു അവ. മണ്ണിനടിയിൽ നിന്ന് അപ്പോൾ പുറത്തേക്ക് വന്നതാവണം. കൊട്ടത്തോണി അടുത്തെത്തും വരെ അവരങ്ങനെ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ കുറേ പക്ഷികൾ അവർക്കിടയിലേക്ക് പറന്നു വന്നു. ആദ്യം അത് ഏത് പക്ഷികളാണെന്ന് അവന് മനസ്സിലായില്ല. കൂട്ടത്തിലൊന്ന് താഴ്ന്നു പറന്നപ്പോഴാണ് അവന് പിടികിട്ടിയത്. വേലിത്തത്തകളായിരുന്നു അത്. പാറ്റകളെ പിടിക്കാനിറങ്ങിയതായിരുന്നു അവർ. അവർ പാറ്റ പിടിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ആകാശത്ത് ഒരു ഉത്സവം നടക്കുന്ന പോലെ അപ്പുവിന് തോന്നി. ആ കിളികൾ അങ്ങനെ വേട്ട നടത്തുമ്പോൾ പാറ്റകളുടെ ചിറകുകൾ ചാറ്റൽ മഴ പോലെ അവൻ്റെ മേൽ വന്ന് വീഴുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കൊണ്ട് തന്നെ പാറ്റകളെ മുഴുവൻ കിളികൾ തിന്നു തീർത്തു. വയറു നിറഞ്ഞ വേലിത്തത്തകൾ അടുത്തുള്ള മരക്കൊമ്പിലേക്ക് വിശ്രമിക്കാൻ പോയി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അവനൊരു തൂക്കുപാലം കണ്ടു. പാലത്തിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അവനെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. ആളുകളെ കണ്ടപ്പോൾ അവന് ഇത്തിരി ആശ്വാസം തോന്നി. ഈ വാശിക്കാരനായ കൊട്ടത്തോണിയെ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞേക്കും. അവനും അവർക്ക് നേരെ കൈവീശി. അത് കണ്ട് അവരെല്ലാം പാലത്തിൻ്റെ മധ്യഭാഗത്ത് തടിച്ചുകൂടി. ഒരു കയറിട്ട് തരൂ, അവൻ ഉറക്കി വിളിച്ചു പറഞ്ഞു. ആളുകൾ അത് കേട്ട് ആർപ്പു വിളിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, ഒരു കയറിട്ട് തരൂ, ഈ കൊട്ടത്തോണി ആളൊരു വാശിക്കാരനാണ്. അപ്പോഴും അവർ ആർത്തു വിളിച്ചു. അവരെന്തിനാണ് ആർത്തു വിളിക്കുന്നതെന്ന് അപ്പുവിന് മനസ്സിലായില്ല. അടുത്തെത്തിയപ്പോൾ മാത്രമാണ് അവന് അമളി മനസ്സിലായത്. തൂക്കുപാലത്തിൽ ഉണ്ടായിരുന്നതൊന്നും ആളുകളായിരുന്നില്ല, കുരങ്ങന്മാരായിരുന്നു. അവൻ അടുത്തെത്തിയപ്പോൾ അവർ നേരത്തേതുപോലെ ശബ്ദമുണ്ടാക്കി. അപ്പുവിന് വല്ലാതെ ദേഷ്യം വന്നു. അവൻ കുരങ്ങന്മാരെ നോക്കി കൊഞ്ഞനം കുത്തി. അത് കണ്ട് കുരങ്ങന്മാരും അവനെ നോക്കി കൊഞ്ഞനം കുത്തി. അവർ കൊഞ്ഞനം കുത്തുന്നത് കണ്ട് അപ്പു ചിരിച്ചുപോയി. കുരങ്ങന്മാരും അവൻ്റെ ചിരി അനുകരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് അവനൊരു സൂത്രം തോന്നിയത്. അവൻ എഴുന്നേറ്റ് നിന്ന് അവരെ എറിയുന്നത് പോലെ അഭിനയിച്ചു. ശരിക്കും ഏറ് കിട്ടിയ പോലെ കുരങ്ങന്മാർ കരഞ്ഞു. പിന്നെ അവനെയും തിരിച്ച് എറിഞ്ഞു. ഒരു മുഴുത്ത മാമ്പഴം തോണിയിൽ വന്ന് വീണു. അവൻ വീണ്ടും എറിയുന്നത് പോലെ അഭിനയിച്ചു. ഒരു പഴുത്ത സപ്പോട്ട കൊട്ടത്തോണിയിൽ വന്ന് വീണു. അവൻ വീണ്ടും വീണ്ടും എറിയുന്നതായി അഭിനയിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ തോണിയിൽ മാമ്പഴവും പേരയ്ക്കയും വാഴപ്പഴവും ഒക്കെ വന്ന് നിറഞ്ഞു. അതിലൊന്നെടുത്ത് കടിച്ചുകൊണ്ട് അവൻ കുരങ്ങന്മാരെ നോക്കി വീണ്ടും കൊഞ്ഞനം കുത്തി. നമ്മളെ മനസ്സിലാകാതെ കുരങ്ങന്മാർ അപ്പോഴും അവനെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ടേയിരുന്നു. കൊട്ടത്തോണി ഒഴുകി ഒഴുകി ഒരു പാലത്തിന് സമീപമെത്തി. ദൂരെ നിന്ന് തീവണ്ടിയുടെ ചൂളം വിളി അപ്പു കേട്ടു. അതൊരു തീവണ്ടിപ്പാലമായിരുന്നു. അതുവരെ അവൻ തീവണ്ടി നേരിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ ശബ്ദം മാത്രമേ ദൂരെ നിന്ന് കേട്ടിരുന്നുള്ളൂ.
അവൻ നോക്കി നിൽക്കെ തീവണ്ടി പാലത്തിലേക്ക് പ്രവേശിച്ചു. തീവണ്ടിയെ നന്നായി കാണാൻ വേണ്ടി അവൻ തോണിയിൽ എഴുന്നേറ്റ് നിന്നു. വലിയൊരു ശബ്ദത്തോടെ തീവണ്ടി പാലത്തിലൂടെ കുതിച്ചു. അതിൻ്റെ വാതിൽപ്പടിയിൽ ഇരുന്നവർ കൗതുകത്തോടെ അപ്പുവിൻ്റെ നേരെ കൈവീശി കാണിച്ചു. അവർ ചിലപ്പോൾ ആദ്യമായിട്ടാകും കൊട്ടത്തോണി കാണുന്നത്. അവൻ ഓർത്തു. അപ്പു തുഴ ഉയർത്തി കാണിച്ചു. ഒരു പെരുമ്പാമ്പിനെ പോലെ തീവണ്ടി പാഞ്ഞു. പാലത്തിനടിയിൽ എത്തിയപ്പോൾ തീവണ്ടിയുടെ കടകട ശബ്ദം ഉച്ചത്തിലായി. പാലം പൊളിയുമോ എന്നവൻ ഭയപ്പെട്ടു. അവൻ്റെ ഭയപ്പാട് മനസ്സിലാക്കിയ പോലെ തോണി അതിവേഗം നീങ്ങി. പാലത്തിനടിയിൽ നിന്ന് അപ്പുറത്തെത്തിയപ്പോൾ അപ്പുവിന് ആശ്വാസമായി. ഭാഗ്യം, പാലം പൊളിഞ്ഞില്ല. അപ്പോഴേക്കും തീവണ്ടി ഒത്തിരി അകലെ എത്തിയിരുന്നു. ഒരു സ്വപ്നം പോലെ അത് മറഞ്ഞു. അതിൻ്റെ ശബ്ദം മാത്രം ദൂരെ നിന്ന് കേട്ടു. തീവണ്ടിയിലെ യാത്രക്കാർ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളും ഡിസ്പോസിബിൾ ഗ്ലാസുകളും പുഴയിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവ കുറേ നേരം തോണിയോട് മത്സരിച്ചു. ആ തുഴച്ചിൽ മത്സരം പുഴയുടെ വളവിലാണ് അവസാനിച്ചത്. അതിനപ്പുറം കണ്ണെത്താ ദൂരത്തോളം കുപ്പികളും ദുർഗന്ധം വമിക്കുന്ന ചാക്കുകെട്ടുകളും കുളവാഴകളെപ്പോലെ കെട്ടിക്കിടക്കുകയായിരുന്നു. അതിനെയെല്ലാം തുഴകൊണ്ട് നീക്കി അവൻ വഴിവെട്ടാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് വഴിയൊരുക്കാൻ അവന് കഴിഞ്ഞില്ല. അത്രയേറെ ഉണ്ടായിരുന്നു മാലിന്യങ്ങൾ. അപ്പു വല്ലാതെ തളർന്നുപോയി. പിന്നിൽ അവൻ വെട്ടിയ വഴി അതിവേഗം പഴയപോലെ ആയിക്കൊണ്ടിരുന്നു. മുന്നോട്ടും പിന്നോട്ടും പോകാനാവാതെ കൊട്ടത്തോണി ആ മാലിന്യങ്ങൾക്ക് നടുവിൽ കുടുങ്ങിക്കിടന്നു. വല്ലാത്ത ദുർഗന്ധമായിരുന്നു അവിടെ. ആ ദുർഗന്ധത്തിൽ അവന് ഓക്കാനം വന്നു. അവൻ്റെ ഉള്ളിൽ വീണ്ടും ഭയം നിറയാൻ തുടങ്ങി. അപ്പോൾ കനു അടുത്തുള്ള പോലെ അവന് തോന്നിയതേയില്ല. അതോ അവൾ മിണ്ടാതെ തലതാഴ്ത്തിയിരിക്കുകയാണോ? കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു പറ്റം കൊറ്റികൾ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ ചിറകടിച്ചു പറന്നു. അപ്പോൾ സങ്കടത്തോടെ അവരെ നോക്കി. അവരും അവൻ്റെ വഴിയെയാണ് സഞ്ചരിച്ചിരുന്നത്. നേതാവിന് പിറകിൽ രണ്ട് നിരയായി അച്ചടക്കത്തോടെ വി ആകൃതിയിലാണ് അവർ പറന്നിരുന്നത്. അവരെ നോക്കി നിൽക്കുമ്പോൾ പഴയൊരു കഥ അപ്പുവിന് ഓർമ്മ വന്നു. പറക്കാൻ ആഗ്രഹിച്ച ആമയെ സഹായിച്ച കൊറ്റികളുടെ കഥ. ഒരിക്കൽ ഒരു ആമയ്ക്ക് പറക്കണമെന്ന ആഗ്രഹം തോന്നിയത്രേ. ആമ തൻ്റെ ആഗ്രഹം കൊറ്റികളോട് പറഞ്ഞു. കൊറ്റികൾ ആമയെ സഹായിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. ഒരു കമ്പെടുത്ത് അതിൻ്റെ നടുഭാഗത്ത് കടിച്ചു പിടിക്കാൻ കൊറ്റികൾ ആമയോട് പറഞ്ഞു. ഒരു കാരണവശാലും വാ തുറക്കരുതെന്ന് മുന്നറിയിപ്പും കൊടുത്തു. ആമ സമ്മതിച്ചു. അങ്ങനെ കമ്പിൻ്റെ രണ്ടറ്റവും പിടിച്ച് കൊറ്റികൾ പറന്നു. പറന്നൊരു മൈതാനത്തിന് മുകളിലെത്തി. മൈതാനത്തിനടുത്ത് കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. പറക്കുന്ന ആമയെ കണ്ട് കുട്ടികൾ ആർത്തു വിളിച്ചു. കുട്ടികൾ തന്നെ കളിയാക്കുകയാണെന്ന് ആമ കരുതി. കുട്ടികളെ ശകാരിക്കാൻ വാ തുറന്ന ആമ കടിച്ചു പിടിച്ചിരുന്ന കമ്പിൽ നിന്ന് വേർപെട്ട് നിലത്ത് വീണുപോയി. അതാണ് കഥ. ഞാനായിരുന്നെങ്കിൽ അങ്ങനൊരു മണ്ടത്തരം ചെയ്യില്ല. അപ്പു മനസ്സിൽ വിചാരിച്ചു. അവനെങ്ങനെ ചിന്തിച്ച നിമിഷം ദൂരെ നിന്നും ആരുടെയോ സംസാരം അവൻ കേട്ടു. ആ കുട്ടി പറഞ്ഞത് കേട്ടോ? ആമയെപ്പോലെ വിഡ്ഢിത്തം കാണിക്കില്ലെന്ന്. മറ്റൊരു ശബ്ദം. അപ്പു ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. എങ്കിൽ നമുക്കവനെ സഹായിക്കാം. വീണ്ടും അതേ ശബ്ദം. അപ്പു നന്നായി ചെവിയോർത്തു. അപ്പോൾ ആ ശബ്ദങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി. അത് വേണോ? മുതുമുത്തച്ഛന്മാരുടെ അനുഭവം ഓർമ്മയില്ലേ? നല്ലത് ചെയ്താലും കുറ്റം നമ്മുടെ പേരിലേ വരൂ. ആ അഴുക്കിൽ അവനെ മരിക്കാൻ വിടുന്നതിലും നല്ലത് അതല്ലേ? ശരി. ശബ്ദങ്ങൾ അടുത്തു വരികയാണ്. അതാ കൊറ്റികളായിരുന്നു. അപ്പുവിന് അത്ഭുതം തോന്നി. കൊറ്റികൾ അവൻ്റെ തോണിയുടെ നേർക്ക് താഴ്ന്നു വരികയായിരുന്നു. അവരുടെ ചിറകിടിയിൽ ചുറ്റിനുമുള്ള ദുർഗന്ധം ഉയർന്നു. വായുവിനെ ശക്തമായി ഉലച്ചുകൊണ്ട് കൊറ്റികൾ അവൻ്റെ തോണിക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു. പിന്നെ പതിയെ പതിയെ താഴേക്കിറങ്ങി കൊട്ടത്തോണിയുടെ ചുറ്റും വന്നിരുന്നു. അപ്പു വിസ്മയത്തോടെ അവരെ നോക്കി. കൊറ്റികൾ കാലുകൊണ്ട് തോണിയിൽ ഇറുകെ പിടിച്ചു. പിന്നെ ഒരുമിച്ച് ചിറകടിച്ചു. നേതാവെന്ന് തോന്നിയ കൊറ്റി അസ്വസ്ഥതയോടെ വേഗം വേഗം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഊഞ്ഞാലിൽ എന്ന പോലെ അപ്പു മുകളിലേക്ക് കുതിച്ചു. വീഴാതിരിക്കാനായി അവൻ തോണിയിൽ മുറുകെ പിടിച്ചു. ഉയരത്തിലെത്തിയപ്പോൾ പടിഞ്ഞാറ് നിന്ന് കാറ്റ് വീശിയടിച്ചു. അവന് തണുത്തു. ഉപ്പ് രുചിയുള്ള കാറ്റായിരുന്നു അത്. ഒരിക്കലും കാണാത്ത കടൽ തന്നെ ഉമ്മ വയ്ക്കുകയാണെന്നോ അപ്പുവിന് തോന്നി. കിഴക്കോട്ട് നോക്കിയപ്പോൾ അവൻ വന്ന വഴി കണ്ടു. വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന പുഴ മുകളിൽ നിന്ന് നോക്കുമ്പോൾ സുന്ദരമായിരുന്നു. വടക്ക് ഭാഗത്ത് ഒത്തിരി ദൂരെയായി ആ തീവണ്ടിയെയും കണ്ടു. ദൂരെ അതൊരു കളിപ്പാട്ടം പോലെ തോന്നി. ആകാശയാത്ര അവനെ ഒട്ടും ഭയപ്പെടുത്തിയില്ല. അമ്മയുടെ മടിയിലിരിക്കുന്ന പോലെയാണ് അവന് തോന്നിയത്. താഴേക്ക് നോക്കിയപ്പോൾ പച്ചപ്പുകൾക്കിടയിൽ ഒരു വര മാത്രമായി പുഴ. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു കൊറ്റി പറഞ്ഞു, പിടിച്ചിരുന്നോളൂ, ഞങ്ങൾക്ക് താഴ്ന്നു പറക്കാനാവില്ല. അപ്പോൾ അവർ മേഘങ്ങൾക്കിടയിലായിരുന്നു. നനഞ്ഞു കുതിർന്നിരുന്നു അവൻ. കൊറ്റികൾ പറഞ്ഞത് എന്താണെന്ന് അവന് മനസ്സിലായില്ല. എങ്കിലും അവൻ തോണിയിൽ മുറുകെ പിടിച്ചിരുന്നു.
മേഘങ്ങൾക്കിടയിൽ നിന്നും കൊട്ടത്തോണി താഴേക്കിറങ്ങി. കാഴ്ച തെളിഞ്ഞപ്പോഴാണ് കുറ്റികൾ പൊയ്ക്കഴിഞ്ഞ കാര്യം അവൻ അറിയുന്നത്. ഞെട്ടറ്റ ഇല പോലെ കൊട്ടത്തോണി പതിയെ പതിയെ പുഴയിലേക്ക് വീണു. ആ ഭാഗത്ത് പുഴയിലെ വെള്ളത്തിന് കറുത്ത നിറമായിരുന്നു. ഉരുകിയ ടാർ പോലുള്ള കറുപ്പ്. കറുത്ത പുഴയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോഴാണ് കുറ്റികൾ താഴ്ന്നു പറക്കാത്തതിൻ്റെ കാരണം അവന് പിടികിട്ടിയത്. വല്ലാതെ ദുഷിച്ചതായിരുന്നു അവിടുത്തെ വായു. അവന് ദേഹം മുഴുവൻ ചൊറിഞ്ഞു തുടങ്ങി. പുഴ കറുത്തിരിക്കുന്നതിൻ്റെ കാരണം അവന് മനസ്സിലായില്ല. നല്ല കാറ്റ് വീശിയിട്ടും കൊട്ടത്തോണി പതുക്കെയാണ് നീങ്ങിയിരുന്നത്. അതിന് കാരണം ആ വെള്ളമായിരുന്നു. പശ പോലുള്ള കരിവെള്ളത്തിൽ തോണി ഒട്ടിപ്പിടിച്ച് കിടന്നു. ഇത്തിരി ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് പുഴ കറുത്തതിൻ്റെ രഹസ്യം അപ്പുവിന് പിടികിട്ടിയത്. അവിടെ പുഴയുടെ ഇരുവശവും വലിയ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഫാക്ടറികളായിരുന്നു അതെല്ലാം. അവയിൽ നിന്നും കറുത്ത പുക ഉയരുന്നുണ്ടായിരുന്നു. വലിയ കുഴലുകളിൽ നിന്ന് പുക പോലെ തന്നെ കറുത്ത വെള്ളം പുഴയിലേക്ക് വീണുകൊണ്ടിരുന്നു. അതാണ് പുഴ കറുക്കാൻ കാരണം. അപ്പുവിന് ശ്വാസം മുട്ടുന്ന പോലെയും തല ചുറ്റുന്ന പോലെയുമൊക്കെ അനുഭവപ്പെട്ടു. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നി. കൊടുങ്കാറ്റ് വീശിയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. കറുത്തത് മാത്രം പുറന്തള്ളുന്ന കെട്ടിടങ്ങളുടെ നീണ്ട നിര അവസാനിച്ചപ്പോൾ മരങ്ങളൊന്നുമില്ലാത്ത ഭാഗങ്ങൾ തെളിയാൻ തുടങ്ങി. പകരം കുറേ മൊബൈൽ ടവറുകൾ മാത്രം കണ്ടു. കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ പുഴയുടെ ഇരുകരയിലും കുറേ മരത്തടികൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്നത് കണ്ടു. മരങ്ങളുടെ ശ്മശാനം പോലെയായിരുന്നു അവിടം. അത്രയേറെ മരത്തടികൾ ഉണ്ടായിരുന്നു അവിടെ. അവൻ തുഴയെടുത്ത് വേഗം തുഴയാൻ ആരംഭിച്ചു. തുഴ വീണപ്പോൾ വെള്ളം കലങ്ങി. ഒരു മീൻ വെള്ളത്തിൽ നിന്ന് ചാടി അവൻ്റെ തോണിയിൽ വന്നു വീണു. അതിൻ്റെ ഉടൽ പുഴ പോലെ കറുത്തത് തന്നെയായിരുന്നു. തോണിയിൽ കെട്ടിക്കിടന്ന് ഇത്തിരി മഴവെള്ളത്തിൽ കിടന്ന് അത് പിടച്ചു. അപ്പോൾ അതിൻ്റെ ദേഹത്തെ കറുപ്പെല്ലാം പതിയെ ഇളകാൻ തുടങ്ങി. അപ്പോൾ കൗതുകത്തോടെ മീനിൻ്റെ നിറമാറ്റം ശ്രദ്ധിച്ചു. കറുപ്പ് പൂർണ്ണമായും ഇളകിപ്പോയപ്പോൾ മീൻ നീല നിറത്തിൽ ഇന്ദ്രനീലം പോലെ തിളങ്ങി. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണാൻ പാകത്തിൽ ഒരല്പം വയലറ്റ് നിറം അതിൻ്റെ നെറ്റിയിൽ ബാക്കിയായി. ചെറിയൊരു നാണയം പോലെയായിരുന്നു ആ പൊട്ട്. മാനത്തേക്ക് മാത്രം നോക്കുന്ന പൊയ്ക്കണ്ണായിരുന്നു അത്. മാനത്തുകണ്ണി. അപ്പു അത്ഭുതപ്പെട്ടു. നീല നിറത്തിലുള്ള മാനത്തുകണ്ണിയെ അവൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. കുന്നിക്കുരു പോലെ ചുവന്നതായിരുന്നു അതിൻ്റെ കണ്ണുകൾ. അപ്പു ചൂണ്ടുവിരൽ മീനിന് നേരെ നീട്ടി. മീൻ പതിയെ മുന്നോട്ട് വന്നു. ആദ്യം ഒന്ന് മടിച്ചു നിന്ന ശേഷം അത് അവൻ്റെ വിരലിൽ ചുണ്ടു ചേർത്തു. വിരലെടുത്ത് മൂക്കത്ത് വെച്ചപ്പോൾ വിരലിന് കനുവിൻ്റെ മണം. അവൻ വേഗം തോണി തുഴഞ്ഞു. തോണിയിലെ ഇത്തിരി വെള്ളത്തിൽ മീനിനെ അധികനേരം പിടിച്ചു നിൽക്കാനാവില്ല. അതിനെ തിരികെ കറുത്ത പുഴയിലേക്ക് വിടാനും അവന് തോന്നിയില്ല. അവൻ അതിവേഗം തുഴഞ്ഞു. പക്ഷേ ഉരുകിയ മെഴുകുപോലെയുള്ള വെള്ളത്തിൽ തോണി ഒട്ടിപ്പിടിച്ചു കിടന്നു. അവൻ്റെ തുഴച്ചിലിന് ശക്തി കൂടി. നിർത്താതെയുള്ള തുഴച്ചിലും ദുഷിച്ച വായുവും അവനെ വല്ലാതെ തളർത്തി. അപ്പുവിന് മയക്കം വരുന്ന പോലെ തോന്നി. കണ്ണുകൾ താനേ അടഞ്ഞു. കുറേ നേരം അവൻ ഉറങ്ങി. തോണി ഏതോ മണൽത്തിട്ടയിൽ ഇടിച്ചു നിന്നപ്പോൾ അവൻ ഉണർന്നു. കണ്ണ് തിരുമ്മി അവൻ ചുറ്റും നോക്കി. എവിടെയാണ് എത്തിയതെന്ന് അവന് മനസ്സിലായില്ല. ചുറ്റുമുള്ള മണൽത്തിട്ടകൾ കണ്ടപ്പോൾ ഏതോ കടപ്പുറമാണെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ അവിടെ കടലുണ്ടായിരുന്നില്ല, പുഴയും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് കുറേ നീർച്ചാലുകൾ മാത്രമായിരുന്നു. മരുഭൂമി പോലെ നീണ്ടുപരന്ന് കിടക്കുകയായിരുന്നു മണൽത്തിട്ട. നീർച്ചാലിലെ ഇത്തിരി വെള്ളം കണ്ണീർ തുള്ളി പോലെ എപ്പോൾ വേണമെങ്കിലും വറ്റാൻ പാകത്തിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ മീനിനെ നോക്കി. ചുറ്റുമുള്ള തെളിവെള്ളത്തിലേക്ക് അതിനെ വിടാമെന്നവൻ കരുതി. അപ്പോഴാണ് അവൻ കുറച്ച് ബഹളങ്ങൾ കേട്ടത്. കുറേ ലോറികൾ മണത്തിട്ടയിലേക്ക് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ആ ലോറികളിലേക്ക് കുറേ ആളുകൾ മണൽ നിറയ്ക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അവന് മീനിനെ അവിടെ വിടാൻ തോന്നിയില്ല. അവൻ കൊട്ടത്തോണിയിലുണ്ടായിരുന്ന പാളയെടുത്ത് ചാലിൽ നിന്ന് ഇത്തിരി വെള്ളം കോരി. എന്നിട്ട് മീനിനെ അതിലിട്ടു. പിന്നെ വേഗം വീട്ടിലേക്ക് നടന്നു. സന്ധ്യയാവാറായിരുന്നു. ഇപ്പോൾ അമ്മ വിളി തുടങ്ങും. തനിക്ക് ഉണരേണ്ടതുണ്ട്. അതിനു മുന്നേ മീനിനെ തൻ്റെ പുഴയിൽ കൊണ്ടിടണം. അവൻ നടത്തത്തിന് വേഗത കൂട്ടി. അപ്പോൾ ദൂരെ നിന്ന്, ഒത്തിരി ദൂരെ നിന്ന് അമ്മ വിളിക്കുന്നത് അപ്പു കേട്ടു. വീട്ടിൽ നിന്ന് ഒത്തിരി അകലെയായിട്ടും അവൻ ആ വിളി വ്യക്തമായി കേട്ടു. അവന് കരച്ചിൽ വന്നു. അമ്മ, വിളിക്കല്ലേ അമ്മ, മീൻ ചാകും, അവൻ വിതുമ്പി. അമ്മ വീണ്ടും വിളിച്ചു. അവൻ ഏങ്ങി ഏങ്ങി കരഞ്ഞു. കരഞ്ഞുകൊണ്ട് തന്നെ അവൻ ഉണർന്നു. അവൻ ചുറ്റും നോക്കി. ലോറികളുമില്ല, വറ്റിയ പുഴയുമില്ല. അവൻ അവൻ്റെ ഓലപ്പുരയിലായിരുന്നു. എൻ്റെ കുട്ടി സ്വപ്നം കണ്ട് പേടിച്ചു. അമ്മ അടുത്ത് വന്നിരുന്ന് അവൻ്റെ നെറ്റി തടവുകയായിരുന്നു. അവനൊന്നും പറയാതെ ഏങ്ങി ഏങ്ങി കരഞ്ഞു. അമ്മ അവനെ സമാധാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കരച്ചിലടങ്ങി. എൻ്റെ കുട്ടി കുറച്ചുകൂടി കിടന്നു. അമ്മ ചായ ഉണ്ടാക്കട്ടെ?
അത് പറഞ്ഞ് അമ്മ എഴുന്നേറ്റു. അമ്മ അടുക്കളയിലേക്ക് പോയപ്പോൾ പിന്നാലെ അവനും എഴുന്നേറ്റു. അവന് പിന്നെ കിടക്കാനേ തോന്നിയില്ല. എന്തോ ഒരു സങ്കടം അവൻ അപ്പോഴും ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവൻ കിടന്ന പായയിൽ എന്തോ പിടയുന്നത് കണ്ടത്. അവൻ അതിനെ കൈവെള്ളയിലെടുത്തു. ഓലക്കീറിലൂടെ ഊർന്നു വീണ വെളിച്ചത്തിലേക്ക് അവൻ കൈ നീട്ടി പിടിച്ചു. ആ ഇത്തിരി വെട്ടത്തിൽ അവൻ കണ്ടു, അതാ മാനത്തുകണ്ണിയായിരുന്നു. നീല നിറത്തിലുള്ള മാനത്തുകണ്ണി. ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു അത്. അവൻ നേരെ പുഴയിലേക്കോടി. കൈ പതുക്കെ വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചു. അവൻ്റെ വിരലുകളെ ഒന്ന് ഉമ്മ വെച്ച് മീൻ പതിയെ നീന്താൻ തുടങ്ങി. അതിൻ്റെ നീന്തലിൽ പുഴയിൽ തിരമാലകൾ ഉയർന്നു. കിഴക്കോട്ടായിരുന്നു മാനത്തുകണ്ണി നീന്തിയത്. അവൻ്റെ കണ്ണുകൾ ആ ഓളങ്ങളെ പിന്തുടർന്നു. ഓളങ്ങൾ ഒരു വര പോലെ കിഴക്കേ വളവിൽ അവസാനിച്ചു. അവിടെ പൊട്ടുകൾ പോലെ കൊട്ടത്തോണികൾ ഒഴുകി വരുന്നത് അവൻ കണ്ടു. ആർപ്പുവിളികളോടെ അവർ വല വിരിച്ച് വരികയായിരുന്നു. കനുവിൻ്റെ മീൻമണം ചുറ്റും നിറയുന്ന പോലെ അപ്പുവിന് തോന്നി. നീല നിറത്തിലുള്ള മാനത്തുകണ്ണി എന്ന കുട്ടികളുടെ ഈ നോവലിലൂടെ സുഭാഷ് ഓട്ടുപുറം ബാല്യകാലത്തെ നിർമ്മല സ്നേഹത്തെയും അതുപോലെ തന്നെ പ്രകൃതിയുടെ മനോഹാരിതയെയും വർണ്ണിക്കുന്നതിനോടൊപ്പം തന്നെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ ഈ പ്രകൃതിയും ചുറ്റുപാടിനെയും എത്രമാത്രം ദൂഷിപ്പിക്കുന്നു എന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ഒരു വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ബൈ.